വചനദീപ്തി എന്ന പ്രോഗ്രാമിലേക്ക് ലോകത്തിലെമ്പാടുമുള്ള ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് സ്വാഗതം. 37-ാം സങ്കീർത്തനം 4-5 വാക്യങ്ങൾ. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും. മനോഹരമായിട്ട് ഉള്ള ഒരു വചനം കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് തരികയാണ്. ഒരുപാട് വേദനകളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ ജീവിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഹൃദയത്തിൽ വഹിക്കാൻ പറ്റാത്ത വിധത്തിൽ ദുഃഖഭാരം അനുഭവിക്കുന്നവരുണ്ട്, രോഗപീഠകളിൽ ആയിരിക്കുന്നവരുണ്ട്. അവരെല്ലാവരും കർത്താവ് തരുന്ന ഈ സന്ദേശം ഹൃദയത്തിൽ ഏറ്റെടുക്കുവാനായിട്ട് നോക്കുമ്പോൾ ഒരു ആനന്ദത്തിൻ്റെ അനുഭവം കർത്താവ് തരും. വാസ്തവത്തിൽ ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ആനന്ദം. നമുക്ക് ഒരു മനോഹരമായൊരു വീട് പണിതു സങ്കല്പിക്കുക. ഒത്തിരി നാളത്തെ പരിശ്രമം കൊണ്ട് നമ്മൾ ഒരു വീട് പണിതു. നമ്മുടെ വീട് പണിത് അതിൻ്റെ കയറി കൂടുന്ന ആ സമയത്ത് നമുക്കറിയാം, നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മളെല്ലാവരെയും നമ്മൾ വിളിച്ചു, ബന്ധുക്കൾ വന്നു, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നമ്മൾ സന്തോഷമായിട്ട് ഭക്ഷണം കഴിച്ചു. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് തീർന്നു പോവുകയാണ്. കാരണം നമ്മൾ താമസിക്കുന്ന ഇടം ഒരിടം തന്നെയാണ്. നല്ലൊരു ഭക്ഷണം കഴിച്ചു, അവിടെയും നമുക്ക് സന്തോഷം തീർന്നു പോവുകയാണ്. ഇനി നമുക്ക് ചിന്തിക്കുവാനുള്ളത് എന്താണ്? നല്ല സ്നേഹമുള്ള വ്യക്തികളുമായിട്ട് നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോൾ, എന്തെങ്കിലും ഒരു വേദന വരുമ്പോൾ നമ്മളിപ്പോഴും ഫോണെടുത്ത് വിളിക്കും. പക്ഷെ എന്താണ്, അത് കഴിഞ്ഞാൽ അത് തീർന്നു. അപ്പോൾ എന്താണ് ഈ ആനന്ദം? ആനന്ദം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവ് തരുന്നതാണ്. അതൊരിക്കലും തോർന്നു പോകുന്നതല്ല, അത് തീർന്നു പോകുന്നതല്ല. അത് നമ്മുടെ സഹനത്തിൻ്റെ, സങ്കടത്തിൻ്റെയോ വേദനയുടെയോ പ്രതിസന്ധിയുടെയോ വെല്ലുവിളികളോ എന്തുണ്ടായാലും അതിൻ്റെ മുകളിൽ നിൽക്കുന്നതാണ് ഈ ആനന്ദം. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കുക, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ 9 ഫലങ്ങളെക്കുറിച്ച്, ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പൗലോസ് അപ്പോസ്തലൻ. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവയാണ്. ഇതിൽ ആനന്ദം ആണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഈ ആനന്ദത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഒരു സംഭവം ഇങ്ങനെ ഓർക്കുകയാണ്. ഒരിക്കലൊരു കൺവെൻഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൊല്ലം പ്രദേശത്തേക്ക്, കൊല്ലത്ത് അടുത്തുള്ളൊരു സ്ഥലത്തായിരുന്നു. ഏതാനും വർഷങ്ങൾക്കൊക്കെ അപ്പുറത്താണ്. അവിടെ ചെന്ന് ഈ കൺവെൻഷൻ ഇങ്ങനെ നടക്കുവാനായിട്ട് ആദ്യത്തെ ദിവസം കഴിഞ്ഞു. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു കെട്ടിടം, അതൊരു ചെറിയ ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൻ്റെ 2ാമത്തെ നിലയാണ്. ചെറിയ ഹോസ്പിറ്റൽ, ക്ലിനിക്കെന്ന് പറഞ്ഞാൽ മതി. ഒരു ഡോക്ടറും 2 നേഴ്സും ഒക്കെ ഉള്ളത്. അവിടെ 2 സിസ്റ്റർമാരുണ്ടായിരുന്നു. ഇവിടെ വരെ ഞാൻ എന്നും ഓർത്തിരിക്കുന്നൊരു കാര്യമാണ്. അതിലൊരു സിസ്റ്റർ ഈ കുർബാനയുടെ സമയത്തൊക്കെ, അല്ല മിക്കവാറും സമയങ്ങളിലൊക്കെ ഈ സിസ്റ്റർ ഇങ്ങനെ നന്നായി ചിരിച്ചെന്ന് പറഞ്ഞാൽ ആ മുഖം ഒരു പ്രസന്നമാണ്. കുർബാനയുടെ സമയത്തും ഇത് തന്നെയാണ്. ഞങ്ങളുടെ കൂടെ ബഹുമാനപ്പെട്ട ഒരു അച്ഛൻ ഉണ്ടായിരുന്നു. ഈ കുർബാനെല്ലാം കഴിഞ്ഞ് അച്ഛൻ എന്നെ വിളിച്ചു. അപ്പം ഞാൻ അച്ഛൻ്റെ മുറി ചെന്നു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ബ്രദർ കണ്ടായിരുന്നോ, ആ സിസ്റ്ററിൻ്റെ മുഖം കണ്ടായിരുന്നോ? ഇതിനെ ചിരിക്കുന്ന പോലെ നല്ല പ്രസന്നമായിട്ടിരിക്കുന്ന കണ്ടായിരുന്നോ? ഞാൻ അച്ഛനോട് ചോദിക്കാനായിട്ടിരുന്ന കാര്യം ഇത്. ഉടനെ എന്നെ മറുപടി പറഞ്ഞെന്നറിയാമോ? മരണത്തെ ഓരോ ദിവസവും കണ്ടുമുട്ടി നടന്നു നീങ്ങുന്നൊരു സിസ്റ്ററാണ്. എന്ന് വെച്ചാൽ ബ്ലഡ് ക്യാൻസർ വന്ന് ആ ക്യാൻസറിൻ്റെ വേദന സഹിച്ച് ആ ക്യാൻസറിനോട് കൂടി ജീവിക്കുന്ന ഒരു സിസ്റ്ററാണ് സിസ്റ്റർ. ഇവിടെ വരെ ഇതെങ്ങനെ സാധിക്കും? മരണം ഓരോ ദിവസവും എണ്ണി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഓരോ ശുശ്രൂഷകളും ചെയ്യുമ്പോഴും, ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും മുഖം പ്രസന്നമായിരിക്കുന്നത്. ഉത്തരം ബൈബിളിലുണ്ട്. ഉത്തരം നമുക്ക് പറയാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 33-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാം വചനത്തിലേക്ക് വായിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, അവിടുത്തെ നിവാസികളിൽ ആരും താൻ രോഗിയാണെന്ന് പറയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം കിട്ടിയ ഒരു വ്യക്തിക്ക് മറ്റീ ലോകത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനായിട്ട് സാധിക്കും. അത് രോഗമായാലും, പീഡയായാലും, പ്രതിസന്ധിയായാലും, വെല്ലുവിളിയായാലും അതിജീവിച്ചു പോകാനുള്ളൊരു ഉൾക്കരുത്ത് കിട്ടും. നമ്മൾ കേട്ടിട്ടുണ്ട് ദൈവാനുഭവമുള്ള വ്യക്തി എന്ന്.
എന്ത് ഈ ദൈവാനുഭവമുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അനുകൂലമായ സാഹചര്യത്തിലും പ്രതികൂലമായ സാഹചര്യത്തിലും നമുക്ക് നമ്മുടെ മനസ്സിനെ അതിൻ്റെ സന്തുലാവസ്ഥയിൽ നിർത്തുവാനും കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനും കഴിയുന്നുണ്ടോ? ഏകാഗ്രമായിട്ട് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ? ഇതാണ് ദൈവാനുഭവമുള്ള വ്യക്തിയുടെ ഒരടയാളമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഓർത്തു വരുമ്പോൾ ഈ ആനന്ദത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ സിസ്റ്ററിൻ്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു വചനം എനിക്ക് പെട്ടെന്ന് ഓർത്തു വരികയാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ജയിലിൽ കിടക്കുമ്പോൾ, ചങ്ങലകളാൽ ബന്ധിച്ച് ജയിലിൽ കിടക്കുമ്പോഴാണ് പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുന്നത്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഫിലിപ്പിയർക്ക് ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വചനമാണത്. അപ്പോൾ ഒത്തിരി പീഡകളുടെ നടുവിൽ മരിക്കണമെങ്കിൽ മരിക്കാനും തയ്യാറാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊന്ന് ഓർത്തു നോക്കി, എന്തോരം ജീവിതങ്ങളാണ് മരണപ്പെട്ടു പോകുന്നത്. മണിപ്പൂരിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. നമ്മളെ ദൃഷ്ടി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഏതെല്ലാം തരത്തിലാണ് ഓരോരുത്തരെ പീഡിപ്പിക്കപ്പെടുന്നത്. ഈ അവസരങ്ങളിലെല്ലാം നമ്മൾ ഓർക്കണം, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആനന്ദം ലഭിച്ചിട്ടുണ്ടോ? ഒരുപാട് നാളുകളായി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, ഒരുപാട് നാളുകളായി ധ്യാനം കൂടിയിട്ട്, ഒരുപാട് നാളുകളായി നമ്മൾ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ, ചെറിയ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ തകർന്നു പോവല്ലേ, ഒടിഞ്ഞു പോവുകയല്ലേ. നമ്മൾ ഓർത്തേ, കർത്താവിൻ്റെ മുമ്പിൽ നമ്മളൊന്ന് ഇരുന്നേ. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതത്തിൻ്റെ എത്രമാത്രമുണ്ട് നമുക്ക് കരുത്തെന്നുള്ള കാര്യം. കരുത്തെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ കരുത്തല്ല നമുക്ക് വേണ്ടത്, ദൈവത്തിൻ്റെ കരുത്താണ് നമുക്ക് വേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ ഈ ആനന്ദത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞ ഒരു കാര്യം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ഓർത്തു വരികയാണ്. ഫുൾട്ടൻ ജേഷൻ അമേരിക്കയിലെ മെത്രാനായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അതെങ്ങനെയാണ് പറഞ്ഞത്? സുഖം ശരീരത്തിൻ്റെയും ആനന്ദം മനസ്സിൻ്റെയും അവസ്ഥാവിശേഷങ്ങളാണ്. സുഖാനുഭൂതി അതിവേഗം നമ്മിൽ വിരക്തി ഉളവാക്കുകയും ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ അതിൻ്റെ തിക്തത നമുക്ക് വേദനാകാരണമായി മാറും. എന്നാൽ ആനന്ദം അനുക്ഷണം ആസ്വാദ്യകരമായിരിക്കും. മനോഹരമായിട്ട് പറഞ്ഞിരിക്കുക ഫുൾട്ടൻ ജേസൺ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും വേദപാരംഗത ആയ അമ്മ ത്രേസ്യ പറഞ്ഞ ഒരു വാക്യം കൂടി നമുക്ക് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. ലോകസുഖങ്ങളെയും ആസക്തികളെയും ബോധപൂർവം ഉപേക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മീയ അനുഭവമാണ് ആനന്ദം. പ്രാർത്ഥനയുടെ വിവിധ തട്ടുകളിൽ എത്തിയ ഒരു മഹത് വ്യക്തിയാണ്, വിശുദ്ധയാണ്, നമുക്കറിയാം അമ്മ ത്രേസ്യ. അമ്മ ത്രേസ്യ പറഞ്ഞ വചനമാണ് നമ്മളിപ്പോൾ കേട്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ, ജീവിതത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ് എന്ന് പരിശോധിക്കാം. ചെറിയ തകർച്ചകളും ചെറിയ പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കർത്താവിനെ വിട്ടിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോകാൻ വ്യഗ്രതപ്പെടുന്നില്ലേ? ഇന്ന് നമ്മൾ ചിന്തിക്കണം, അവിടുത്തെ മുമ്പിൽ ശക്തിയുണ്ട്, അവിടുന്നാണ് ഈ ആനന്ദം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആനന്ദം വീണ്ടും നമുക്ക് ചിന്തിക്കുവാനുള്ളത്, ഈ നമുക്ക് ലഭിക്കുന്ന ഈ ആനന്ദം നഷ്ടപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആനന്ദം ലഭിക്കുവാൻ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് വചനം സാക്ഷീകരിക്കുക. നമുക്ക് വായിക്കാം. നമുക്ക് അതിന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 58-ാമത്തെ അധ്യായത്തിൽ 13-14 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: സാപത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിനത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. സാപത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി നീ കണക്കാക്കുക. നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. 2-3 കാര്യങ്ങൾ ഇതാ പ്രവാചകൻ പറഞ്ഞു വച്ചിരിക്കുന്നത് കേട്ടോ. ആ 3 കാര്യങ്ങൾ ഇതാണ്. 1, സാപത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്ന് പിന്തിരിയണം. 2, സ്വന്തം വഴിയിലൂടെ സഞ്ചരിക്കാതിരിക്കണം. 3, വ്യർത്ഥഭാഷണത്തിൽ ഏർപ്പെടാതിരിക്കണം. നമ്മുടെ ഹൃദയത്തിലെ ആനന്ദം ചോർന്നു പോകുന്നതും ഈ 3 കാര്യങ്ങളെക്കെതിരായി നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ്. 1-ാമത്തെ കാര്യം എന്താണ്? സാപത്തിനെ ചവിട്ടി മെതിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്താണ്? വചനത്തിലുണ്ട്, സാപത്ത് 6 ദിവസം കർത്താവ് സൃഷ്ടികർമ്മം ചെയ്ത് 7-ാമത്തെ ദിവസത്തിൽ വിശ്രമമെടുത്തു. വിശുദ്ധമല്ല, അതിവിശുദ്ധ ദിവസമായിട്ട് മാറ്റിയതിനെ, വിശുദ്ധമാക്കിയതിനെ. അതിനെക്കുറിച്ച് ബൈബിളിൽ ഉടനീളം പുറപ്പാട് പുസ്തകത്തിലും നിയമാവർത്തന പുസ്തകത്തിലും ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. നമ്മളൊരു വചനം ഇപ്പോൾ വായിക്കുക.
പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 35-ാം അധ്യായത്തിൽ സാബത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. മോശ ഇസ്രായേൽ സമൂഹത്തെ വിളിച്ചു കൂട്ടി പറഞ്ഞു, നിങ്ങൾ അനുഷ്ഠിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത് ഇവയാണ്: 6 ദിവസം ജോലി ചെയ്യുക, 7-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ ദിനമായിരിക്കണം, കർത്താവിന് സമർപ്പിതവും വിശ്രമത്തിനുള്ളതുമായ സാബത്ത് ദിനം. അന്ന് ജോലി ചെയ്യുന്ന ഏവനും വധിക്കപ്പെടണം. നിങ്ങളുടെ വസതികളിൽ അന്ന് തീ കത്തരുത്. ഭക്ഷണം പോലും, പഴയ നിയമത്തിൽ പറയുന്നത് ഇതാണ്, ഭക്ഷണം പോലും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് ആണ് കർത്താവ് ഈ കൽപ്പന നമുക്ക് തരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഈ സാബത്തിനെ ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ സാബത്ത് നമ്മൾ ഞായറാഴ്ച ദിവസമാണ്. നേരത്തെ ഞായറാഴ്ച അല്ലായിരുന്നു. എന്നാലിപ്പോൾ നമ്മുടെ സഭയിൽ ആഘോഷിക്കുന്നത് ഞായറാഴ്ച ദിവസമാണ്. നമുക്കിവിടെ ചിന്തിക്കാനുള്ളൊരു കാര്യമുള്ളൂ, ഞായറാഴ്ച വിശുദ്ധ ബലി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞായറാഴ്ചത്തെ വിശുദ്ധ ബലി എന്ന് പറയുന്നത്, ഞായറാഴ്ച നമ്മൾ അല്ലെങ്കിൽ തന്നെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്, മുഴുവനായിട്ട് പ്രാർത്ഥനാപൂർവ്വം, അനുതാപപൂർവ്വം, എളിമയോടുകൂടെ കുർബാനയിലേക്ക് നമ്മൾ പോകേണ്ടവരാണ്. പക്ഷെ പലപ്പോഴുമൊക്കെ അങ്ങനെ നമുക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാതില്ല. ഇതിൻ്റെ ഒരു അപജയമുണ്ട് നമുക്ക്. നമ്മുടെ മുഴുവൻ കുർബാനയിൽ ശ്രദ്ധാപൂർവം നിന്ന്, അനുതാപധന്യമായ ഹൃദയത്തോടെ നിന്ന് നമ്മൾ കുർബാനയിൽ പങ്കെടുക്കണം. പകരം നമ്മൾ ഇന്ന് കണ്ടുവരുന്ന കാര്യം എന്താണ്, ഫാക്ടറി ജോലിക്കാരാണ് ഈ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന് ഓവർ ടൈം ഉണ്ട്, അതിൻ്റെ ഓവർ ടൈമിന് പോവുക. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് ഒത്തിരി പേർക്കും. അതുകൊണ്ട് കുറച്ച് പൈസ കിട്ടണമെങ്കിൽ, കുറച്ചധികം കിട്ടണമെങ്കിൽ ഓവർ ടൈമിന് പോകണം. പലപ്പോഴുമൊക്കെ നമ്മൾ മറ്റൊരു രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ, ഈ ഞായറാഴ്ച ദിവസം എന്ന് പറയുന്ന ദിവസത്തിൽ നമ്മൾ പാവപ്രവൃത്തികൾക്ക് പോലും ചെലവഴിക്കുക. മദ്യപാനം, അതുപോലുള്ള ചീട്ടുകളി, അതുപോലുള്ള മറ്റ് ഇതരമായ റമ്മികളി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെലവഴിക്കുന്നത് ഞായറാഴ്ച ദിവസമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരികയാണ്, ഞായറാഴ്ച വിശുദ്ധമായിട്ട് ആചരിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ കുടുംബം, അവൻ്റെ മക്കൾ, അവൻ്റെ തലമുറ എല്ലാം കർത്താവ് ഉയർത്തും. ഘട്ടം ഘട്ടമായിട്ട് ഉയർത്തി അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറും. മാത്രവുമല്ല, അവൻ്റെ ഹൃദയത്തിൽ ആനന്ദം തളം കെട്ടും. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, നമ്മളിവിടെ ആനന്ദത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പോകേണ്ടത് നിത്യാനന്ദത്തിലേക്കാണ്. ആ നിത്യാനന്ദത്തിലേക്ക് പോകുന്നതിൻ്റെ മുന്നാസ്വാദനമാണ് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് കിട്ടുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ആനന്ദം, കുർബാനയിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരാനന്ദമില്ല, ഈ ഭൂമി കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, സാബത്തിൻ്റെ ദിവസങ്ങളിൽ നമുക്ക് നന്നായി ആചരിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ മുമ്പിൽ ആയിരിക്കാം. രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. സ്വന്തം വഴിയിലൂടെ നടക്കരുതെന്നാണ് പറഞ്ഞത്, സ്വാർത്ഥതയിൽ ജീവിക്കരുതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ പലപ്പോഴും ഒക്കെ ഉണ്ടാകുന്ന, നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സഭയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒറ്റ കാര്യമുള്ളൂ. യാക്കോബിൻ്റെ ലേഖനം 3:16 അത് എഴുതിയിരിക്കുന്നത്. എന്താണ് പറഞ്ഞത്, എവിടെ അസൂയയും സ്വാർത്ഥമോഹം ഉണ്ടോ അവിടെ എല്ലാ തരത്തിലുള്ള ക്രമക്കേടുകളുണ്ട്, ദുഷ്കർമ്മങ്ങളുണ്ട്. യാക്കോബിലേക്ക് എഴുതി വച്ചിരിക്കുക. അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കണം ഈ സമയങ്ങളിൽ, എന്താണ് നമുക്ക് ആനന്ദം ലഭിക്കാത്തതിൻ്റെ രണ്ടാമത്തെ കാരണത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ധ്യാനിക്കാം, കർത്താവിൻ്റെ മുമ്പിൽ ആയിരിക്കാം, വിനയപൂർവ്വമായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സ്വാർത്ഥത ഉരിഞ്ഞു മാറ്റിയാൽ മാത്രമേ നമുക്ക് ഒരു സ്ഥാപനത്തിൻ്റെ നേതാവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ നേതാവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മുടെ സ്വാർത്ഥതകൾ ഉരിഞ്ഞു മാറ്റി, കുടുംബമാണെങ്കിൽ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ഒരുമിച്ചിരിക്കുമ്പോൾ, ഒന്നിച്ചു പോകുമ്പോൾ നമ്മുടെ ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് തരും. ഇന്നുണ്ടാകുന്ന മിക്കവാറും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഇത്തരത്തിലുള്ള ചില സ്വാർത്ഥപരമായ നീക്കങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് ആ ഒരു അനുഭവത്തിൽ നിന്ന് ഹൃദയത്തിൽ ആനന്ദം ലഭിക്കുവാൻ തക്ക വിധത്തിൽ നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ ആഴപ്പെടാം. ഫിലിപ്പിയർക്ക് ഇത് ലേഖനത്തിൽ പറയുന്നുണ്ട്, എല്ലാവരും സ്വന്തം ഇഷ്ടം നോക്കിയാൽ പോരാ. പൗലോസ് പറയുകയാണ്, മറ്റുള്ളവരുടെയും താല്പര്യങ്ങൾ പരിഗണിക്കണം. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ആ തരത്തിലൊന്ന് പരിശോധിച്ച് നോക്കാം. മൂന്നാമത്തെ കാര്യം നമ്മൾ കണ്ടു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ, നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടരുത്. ആവശ്യമില്ലാതെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ ഒരുപാട് വചനങ്ങൾ കർത്താവ് നമുക്ക് തരുന്നുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, 35-36 വാക്യങ്ങളിൽ പറയുന്ന കാര്യം ഇതാണ്: ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് ആദരം സംസാരിക്കുന്നത്.
നിൻ്റെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ നിറവാണോ ഉള്ളത്? നിൻ്റെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ നിറവാണെങ്കിൽ ആ സ്നേഹത്തിൻ്റെ വാക്കുകളെ പുറപ്പെടുള്ളൂ. അതിനുശേഷം ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, തൊട്ടു താഴെ പറഞ്ഞിരിക്കുക, മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിനത്തിൽ ഉത്തരം കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രമാത്രം ആവശ്യമില്ലാത്ത വാക്കുകൾ സംസാരിച്ചിട്ടുണ്ട്, അവരെന്നെ മുറിപ്പെടുത്തിയിട്ടുണ്ട്, നമ്മൾ ഒത്തിരി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പരദൂഷണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരെക്കുറിച്ച് ദൂഷണം പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി സംസാരത്തിൽ നമ്മൾ തെറ്റിപ്പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിലെ 1-ാമത്തെ അധ്യായം 26-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, താൻ ദൈവഭക്തനാണെന്ന് വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്യുമ്പോൾ നിൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. ഹൃദയത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഹൃദയത്തെ ഞാൻ വഞ്ചിക്കുക. കാരണം എന്താണ്? വചനം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. എനിക്ക് വ്യക്തതയില്ലാത്ത കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്കറിയാം, എൻ്റെ ബുദ്ധിയുടെ തലങ്ങളിലാണ് ഞാൻ സംസാരിക്കുന്നത്, മാത്രമല്ല എനിക്ക് അനുഭവമില്ല, അങ്ങനെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് സങ്കീർത്തകൻ്റെ വചനത്തിലേക്ക് സങ്കീർത്തകനായ ദാവീദ് പറഞ്ഞു വയ്ക്കുകയാണ്. 141-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വചനത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവേ എൻ്റെ നാവിന് കടിഞ്ഞാനിടണമേ, എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓർക്കണം, സംസാരത്തിൽ നമുക്ക് തെറ്റുവരുത്താത്തവൻ പൂർണ്ണനാണെന്ന് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കണം, യാക്കോബ് ശ്ലീഹ ഈ വിഷയത്തെക്കുറിച്ച് വളരെ സവിസ്തരമായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 3-ാമത്തെ അധ്യായം മുഴുവൻ നാവിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചും നാവിനെ നിയന്ത്രിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചോ യാക്കോബ് ശ്ലീഹ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാവിനെ നിയന്ത്രിക്കുവാനുള്ള ഒരു തീരുമാനം നമുക്കെടുക്കാം. മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഇടപെടലുകൾ പലപ്പോഴും കുടുംബത്തിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ, നമ്മുടെ തൊഴിൽ മേഖലകളിലൊക്കെ ആയിരിക്കുമ്പോൾ, നമ്മുടെ ശുശ്രൂഷ മേഖലകളിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ ഒത്തിരി സംസാരിച്ചു പോകുന്നുണ്ട്. അതിനൊക്കെ ഉപരിയായിട്ട് ചില കാര്യമുണ്ട്. ഒന്ന്, നമ്മുടെ ഹൃദയത്തിൻ്റെ തലങ്ങളിൽ നമ്മൾ ഈ ആനന്ദം നിലനിർത്തണം. ഹൃദയത്തിൽ ആത്മാവിൻ്റെ നിറവാണ് ഈ ആനന്ദത്തിൻ്റെ ഒരു ഭാഗം. ആനന്ദം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു വ്യക്തിക്ക്, പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളൊരു വ്യക്തിക്ക് അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടാകുകയില്ല. ആത്മാവിൻ്റെ നിറവിലേക്ക് വരുന്ന വ്യക്തി ആലോചനയുള്ള വ്യക്തിയായിട്ട് വരും. ആത്മാവിൻ്റെ മറ്റൊരു ഗുണമാണ് ആലോചന എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ നിറവുള്ള വ്യക്തി, ആനന്ദമുള്ള വ്യക്തി, ആലോചനയുള്ള വ്യക്തിയായിരിക്കും. ആലോചനയുള്ള വ്യക്തി ആലോചിച്ചേ സംസാരിക്കുകയുള്ളൂ. ഓരോരുത്തരോടും എങ്ങനെ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കൊളോസ്യർക്ക് ലേഖനം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്, ഓരോരുത്തരോടും എങ്ങനെയാണ് സംസാരിക്കേണ്ടത് നിങ്ങൾ കരുതിയിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം എന്നൊക്കെയാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ എന്ന് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിലും വായിക്കുന്നുണ്ട്. 4:29-30 വചനങ്ങളിലൊക്കെ നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിന്, ആത്മീയ ഉത്കർഷത്തിന് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് നിങ്ങൾ സംസാരിക്കുവിൻ. ഇതാണ് പഠിപ്പിച്ചിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സംശീകരിക്കാം. അതുകൊണ്ട് സംസാരത്തിൽ വന്നുപോയ തെറ്റുകളെ നമ്മൾ അനുതാപധന്യമായ ഹൃദയത്തോടെ അത് കണ്ട് സ്വീകരിച്ചുകൊണ്ട് ഈ 3 കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ കുർബാനയോടുള്ള നമ്മുടെ ഭക്തി. അത് പ്രത്യേകിച്ച് സാബത്ത് ദിവസം, ഞായറാഴ്ച ദിവസങ്ങളിൽ ഉള്ള കുർബാന ആചരണം, മറ്റ് ജോലികൾക്കൊന്നും പോകാതെ പലപ്പോഴൊക്കെ കുർബാന നമ്മൾക്ക് മുടങ്ങിപ്പോവുകയാണ്. നമ്മുടെ ഞായറാഴ്ച കുർബാനയൊക്കെ നമ്മുടെ ഭൗതിക കാര്യങ്ങളിലൊക്കെ പെട്ടുപോകുമ്പോൾ അതിനൊക്കെ കുർബാനയൊക്കെ പലപ്പോഴൊക്കെ വളരെ ഗൗരവമില്ല, നമുക്ക് അതുകൊണ്ട് മുടങ്ങിപ്പോകും. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വിശുദ്ധ കുർബാന. രണ്ടാമത് നമ്മൾ നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു, കുടുംബത്തെ ഒന്ന് ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് എളിമയോടുകൂടി വ്യാപരിക്കുവാനായിട്ട് തയ്യാറാകണം. മൂന്നാമതാണ് നമ്മൾ കണ്ടത് ഈ 3 കാര്യങ്ങൾ, വ്യർത്ഥഭാഷണം. 39-ാമത്തെ സങ്കീർത്തനത്തിൽ 1-2 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ ആണ് വായിക്കുന്നത്. ഞാൻ പറഞ്ഞു, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും. ദുഷ്ടൻ എൻ്റെ മുമ്പിലുള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ നാവിനെ കടിഞ്ഞാനിടും. മനോഹരമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാട്ടോ അത്. ദുഷ്ടൻ എൻ്റെ അടുത്തുള്ളിടത്തോളം കാലം എൻ്റെ നാവിനെ ഞാൻ കടിഞ്ഞാനും. പല സ്ഥലത്തും പല ജീവിതത്തിലും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമുക്ക് നാവിനെ നിയന്ത്രിക്കാത്തതിൻ്റെ പേരിൽ നമ്മളിവിടെ ധ്യാനിക്കുന്നത് കർത്താവിൻ്റെ ആനന്ദം,
പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം ലഭിക്കണമെങ്കിൽ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണമെന്ന് വചനത്തിലൂടെ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഇത് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇന്ന് ഉന്നത ശ്രേണിയിലുള്ള വ്യക്തികൾ പോലും താഴേക്ക് തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ട് താഴേക്ക് വീണതിൻ്റെ പിന്നിൽ ഈ ഒരു കാര്യമുണ്ട്. അത് നാവിനെ നിയന്ത്രിക്കാത്തതിൻ്റെ ഒരു കുറവുണ്ട്. നാവിനെ നിയന്ത്രിക്കാത്ത വ്യക്തികൾക്ക് പലതുമൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്, പല പ്രശ്നങ്ങളും ഉണ്ടാകുകയാണ്. നമുക്കതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മളൊരു ആത്മീയ ജീവിതത്തിലേക്ക് ഒരു വിശ്വാസി എന്ന നിലയിൽ, ഒരു ആത്മീയ വ്യക്തി എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ നാവിനെ നമുക്ക് നിയന്ത്രിക്കാം. കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് ഭക്തിയോടെ വ്യാപരിക്കാം. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു യൂത്തിൻ്റെ ഒരു സഹോദരനായിരുന്നു അവിടെ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തെ കാണാൻ നല്ല ചുറിയുറുക്കോടെ ഓടി നടക്കുന്ന ഒരു യുവാവായിരുന്നു. അദ്ദേഹം ഡിഗ്രി കഴിഞ്ഞതാണ്. ഇപ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഓടി നടക്കുക അദ്ദേഹം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മകൻ ഹൃദയത്തിൽ ആനന്ദം നിറഞ്ഞ മനുഷ്യനായിരുന്നു. ആ ആനന്ദം നിറഞ്ഞ മനുഷ്യൻ എന്തെല്ലാം ഒരു രോഗിയായിരുന്ന മനുഷ്യൻ, മരണത്തോടടുത്തിരുന്ന മനുഷ്യൻ, അവൻ പറയുക, ഫിലിപ്പിയർക്ക് ലേഖനം 1:21 അവൻ പറയുക, അവൻ പറഞ്ഞു, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന്. അദ്ദേഹം ഒന്ന് മരിച്ചുപോയി കേട്ടോ. ഞാൻ ആ പ്രദേശത്ത് പിന്നെ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ എനിക്ക് കാണാനായിട്ട് വന്നു, അദ്ദേഹത്തിൻ്റെ കല്ലറയുടെ മുകളിൽ എഴുതി വച്ചിരിക്കുകയാണ്, കറുത്ത മാർബിളിൽ വെളുത്ത അക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുക, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന്. ഹൃദയത്തിൽ ആനന്ദമുള്ളവൻ ഏത് രോഗത്തിലും പീഡയിലും പ്രതിസന്ധിയിലും കർത്താവിൻ്റെ മുമ്പിൽ ആയിരിക്കും. അവൻ ഒരിക്കലും വീഴുകയില്ല. നമുക്ക് ഒരു നിമിഷം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് ഈ മണിക്കൂറിൽ ഞങ്ങളോട് പറഞ്ഞ വചനം, ഹൃദയത്തിൽ ആനന്ദം നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ പല ജീവിത ക്ലേശങ്ങളെയും അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തത്. കർത്താവെ, പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. അങ്ങയുടെ കൂടി ആയിരിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ. ഞങ്ങൾ തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിലും ഞങ്ങളുടെ തൊഴിൽ മേഖലകളിലുടനീളവും ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികളിലും ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഓരോ വ്യക്തികളെയും കണ്ടുമുട്ടുമ്പോഴും ഞങ്ങൾക്ക് അവരുമായിട്ട് ഇടപെടുമ്പോഴുമൊക്കെ ഹൃദയത്തിൽ ആനന്ദം നിറഞ്ഞ് വലിയൊരു അഭിഷേകമുള്ള വ്യക്തിയായി ഇടപെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ തന്നെ തകർച്ചകളിൽ, ഞങ്ങളുടെ തന്നെ വേദനകളിൽ ഞങ്ങൾക്ക് വിജയം വരിക്കുവാൻ ഹൃദയത്തിൽ അവിടുന്ന് ആനന്ദം അയച്ചു തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.